ഹായ് പുതിയൊരുവിലേക്ക് സ്വാഗതം. ഇവിടെയും ഹയർച്ചനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് നാളെ 9/9/2024 ഹയർച്ചക്കാരെ സംബന്ധിച്ചിടത്തോളം, ഹയർച്ച എന്ന തട്ടിപ്പ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. രണ്ട് കേസുകളാണ് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായിരിക്കുന്ന രണ്ട് കേസുകളാണ്. നമ്മുടെ സഫാൻ പറയും ഒരു കേസ് മാത്രമേ ഉള്ളൂ, എന്നാൽ രണ്ട് കേസുകൾ നാളെ ഹൈക്കോടതിയിലുണ്ട്. ആദ്യം തന്നെ മൂന്നാമത്തെ ഐറ്റമായിട്ട് ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ചിൽ ഉള്ള കേസാണ് ഏറ്റവും നിർണായകമായിരിക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ഈ 3-ാം തീയതിയാണ് ആ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അത് അതിൻ്റെ ഫസ്റ്റ് ഹിയറിംഗ് ആണ് നാളെ നടക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് DGP ആണ്. DGPക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ രണ്ട് കേസിൽ ഏതെങ്കിലും ഒരു PP ഹാജരാകുമെന്നാണ് വിചാരിക്കുന്നത്. ബഡ്സിൻ്റെ കേസിലെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഫ്രീസിങ്ങിനെ ചലഞ്ച് ചെയ്തിട്ടുള്ള കേസിലെ PPO അല്ലെങ്കിൽ പിന്നെ സമാന്തര അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഒരു കേസിലെ PPO ഹാജരാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തു കഴിഞ്ഞാലും സ്റ്റേറ്റ് പോലീസ് ചീഫ് അതിപ്രധാനപ്പെട്ട ഒരു കേസാണ് ഇത്. രണ്ടാമത്തെ ഇതിലെ എതിർകക്ഷി എന്ന് പറയുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. മൂന്നാമത്തെ കക്ഷി കൊലാട്ട് ദാസൻ പ്രതാപനും, നാലാമത്തെ കക്ഷി ശ്രീനാഥ് പ്രതാപനുമാണ്. അപ്പോൾ ഇത് രാവിലെ മൂന്നാമത്തെ കേസായിട്ട് 10:15 ഈ കേസ് ഹൈക്കോടതിയിൽ ഇതിൻ്റെ വാദങ്ങൾ കേൾക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ശ്രീനക്കും പിന്നെ ഹൈറിച്ചിൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവർ വക്കീലിനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ശ്രീനാഥ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ PA വത്സൻ എന്ന് പറയുന്നവർ പിന്നെയും നമുക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൽ കക്ഷി ആയിട്ട് അല്ലെങ്കിൽ പരാതിക്കാരൻ എന്ന് പറയുന്നത് PA വത്സൻ സാറാണ്. അപ്പോൾ അദ്ദേഹം വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കൊടുത്ത FIRകളിൽ അന്വേഷണം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതും നമ്മുടെ ബെച്ചു സാറുടെ ബെഞ്ചിലെ കാര്യവും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ബെച്ചു സാറുടെ ബെഞ്ചിലെ പരാതി സമാന്തര അന്വേഷണം എന്ന് പറയുന്ന ആ ഒരു കേസിന് ആധാരമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വത്സൻ സാറ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇട്ടിരിക്കുന്ന ലീഡർമാർക്കെതിരെ ഇട്ടിരിക്കുന്ന FIRകളാണ്. വത്സൻ സാറിൻ്റെ പരാതിയിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പോലീസ് ചീഫ്, ഡിസ്ട്രിക്ട് ചീഫ് ഇട്ടിരിക്കുന്ന പരാതിയാണ് ഇവർക്ക് ആകെ വിരല് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇവർ ഇല്ലാത്ത അന്വേഷണം CBI അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അതും ഇതും ഏതാണ്ട് ഒന്ന് തന്നെയാണ് ഉള്ളത് കാര്യം. അപ്പോൾ അതിൽ അടുത്ത മാസം പിന്നെ എന്താ പറയുക, അടുത്ത മാസം 15-ാം തീയതിക്കാണ് ആ കേസ് ഇവർ ജഡ്ജിനെ കണ്ട് മാറ്റിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കോടതി തുടങ്ങുന്നതിന് മുമ്പിലേ തന്നെ ഈ കേസ് മാറ്റിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് കൊടുത്തിട്ട് ആകെ കെണിഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് തന്നെ പണി കിട്ടിയിരിക്കുകയാണ്. ഒരു ഉത്തരവ് തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കണം എന്നുള്ള ഉത്തരവുണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവന്മാർ കൊടുത്ത കേസാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവന്മാരെ കൊണ്ട് ഉപകാരങ്ങളൊക്കെ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് 612-ാമത്തെ ഒക്ടോബർ 28 മാറ്റിയ കേസ് അർജൻറ്റായിട്ട് ഹിയർ ചെയ്യണം എന്നുള്ള അപേക്ഷ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 9-ാം തീയതിയേക്ക് ഒരു മാറ്റിയിരിക്കുന്നത്. അർജൻറ്റ് ഹിയറിംഗ് ലിസ്റ്റിൽ 612 ഇതിൻ്റെ നമ്പർ. ഒരു 4 മണിയോടുകൂടി 3:30-4 മണിയോടുകൂടി അതിൻ്റെ വാദങ്ങൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ അവസാന ഘട്ടത്തിലാണ്. എന്തായാലും ആ കേസിൽ ഒരു തീരുമാനം നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇങ്ങനെ നീട്ടിവെക്കുന്ന ഒരു കേസ് ഇവർ ഇത്രയും കാര്യമായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു തീരുമാനം ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും തീരുമാനം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പം പ്രെഡിക്റ്റ് ചെയ്യുന്നത് ശരിയല്ല. നമുക്ക് നാളെ കണ്ടിട്ട് നമ്മൾ കേട്ടിട്ട് നമുക്കതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തരാൻ സാധിക്കുന്നതായിരിക്കും.
അപ്പോൾ ഈ 2 കേസുകളാണ് നാളെ ഏറ്റവും പ്രധാനപ്പെട്ട കേസായിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നെയുള്ള കേസ് 11-ാം തീയതിയാണ്. 11-ാം തീയതി ബഡ്സിൻ്റെ കോർട്ടിൽ നമുക്ക് നമ്മളെ ഫ്രീസിങ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കേസാണ്. തുറന്നു തരണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇവരുടെ പ്രെയർ എന്ന് പറയുന്നത് ഫ്രീസിങ് ഒഴിവാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും നടക്കുന്ന കാര്യമല്ല എന്ന് ഇവർക്കറിയാം. അത് EDയും കൂടി ഫ്രീസ് ചെയ്ത ഒരു കാര്യമാണ്. എല്ലാ ഓപ്പറേഷനും ഇവിടെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെ ബിസിനസ് നടത്താൻ സാധിക്കും? അല്ലേ, ഓരോ ദിവസവും EDക്കൊന്നും വന്നിട്ട് ഫ്രീസ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ 3 ഫ്രീസ് നടന്നിരിക്കുകയാണ്. അപ്പോൾ ആ 3 ഫ്രീസിൻ്റെയും കാര്യങ്ങളൊക്കെ ഇന്നലത്തോടു കൂടി എല്ലാവരുടെയും പരക്ക് എത്തിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഏതൊക്കെ പ്രോപ്പർട്ടി, ഏതൊക്കെ വാഹനം, ഏതൊക്കെ ആഭരണങ്ങൾ ഈ ഫ്രീസ് ചെയ്തതിലുണ്ട്, ടെമ്പററി ഫ്രീസിങ്ങിലുണ്ട്, അത് എന്താണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ആ 64 പേജ് സ്പൈറൽ ബൈൻഡിങ്ങിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നാളെ ഒരു നല്ലൊരു ദിവസമായിരിക്കും. ഹൈറിച്ച്കാരെ സംബന്ധിച്ചിടത്തോളം അല്ല, ഹൈറിച്ചിലെ ചതിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നാളെ വളരെ ഹാപ്പി ഡേ ആയിരിക്കാം. ഈ നിയമം പോരാട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കാം നാളെ 3000-ഓളം ആൾക്കാരുടെ ലിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പാകെ വരുന്നൊരു ദിവസം കൂടിയാണ്. ഇതുവരെ അത് ചില ഇൻകം ടാക്സിൻ്റെയും EDയുടെയും ബഡ്സിൻ്റെയും ഒക്കെ മുന്നിൽ മാത്രമാണ് വന്നിരുന്നതെങ്കിൽ നാളെ ഒരു കോടതിയുടെ മുമ്പിൽ അവരുടെ 3000-ഓളം ആൾക്കാരുടെ ലിസ്റ്റ് വരുന്ന ഒരു ദിവസമാണ് എന്നുള്ളത് വളരെ ലീഡർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമായിട്ട് തോന്നുന്നു. എന്തായാലും ലീഡർമാർക്ക് ഇനി ഒരു രക്ഷയില്ല എന്ന് പറയാം. ചതിക്കപ്പെട്ടവർക്ക് ലീഡർമാരുടെ സ്വത്തുകൾ പിടിച്ചെടുത്തിട്ടാണെങ്കിലും പൈസ കിട്ടും എന്നുള്ളത് തന്നെയാണ് നിയമം പറയുന്നത്. അപ്പോൾ പരാതികളൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്ന പരാതികളുടെയൊക്കെ കാരണം നാളെ DGPക്ക് വേണ്ടിയിട്ട് PP പറയുന്നതായിരിക്കും. അപ്പോൾ മറ്റു കാര്യങ്ങൾ പറയാനുള്ളത്, ചില പോലീസ് സ്റ്റേഷനുകളിൽ, അടുത്തടുത്ത പോലീസ് സ്റ്റേഷനുകളിലെ സമാന സ്വഭാവമുള്ള കേസുകൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ, ഒരു SP-ക്ക് കീഴിൽ ഒരു ടീമിനെ ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സമാന കേസ് OTTയുടെ കാര്യങ്ങളാണെങ്കിൽ അത് ആ ടീം അന്വേഷിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്രിപ്റ്റോയുടെ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡിജിറ്റലിൻ്റെ കാര്യങ്ങൾ മറ്റൊരു ടീം. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ആ പ്രൊജക്റ്റുകൾ ബേസ് ചെയ്തിട്ട് ടീം ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും അറിയിക്കുന്നു. എന്തായാലും കേരള പോലീസും നല്ല രീതിയിൽ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ EDയുടെ കോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഹൈക്കോടതിയിൽ നിന്നോ തിരിച്ചടി, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള തിരിച്ചടി, ഇതിനൊക്കെ ഉത്തരം പറയേണ്ട അവസ്ഥ ഉണ്ടാവുമെന്ന് ഇപ്പോഴെങ്കിലും കേരള പോലീസ് മനസ്സിലാക്കിയത് നന്നാണ് എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും നാളെ രാവിലത്തെ കേസ് വളരെ നിർണായകമായ കേസാണ്. ലീഡർമാരെ സംബന്ധിച്ചിടത്തോളം, കെട്ടിക്കിടക്കുന്ന പരാതികളെ സംബന്ധിച്ചിടത്തോളം നാളെ രാവിലത്തെ കേസ് അതിനിർണായകമായ കേസാണ്. എന്തായാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം, നിങ്ങളോട് പങ്കുവെക്കാം. ഓക്കെ, ബൈ.